ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീസ് കോർണർ. അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് വന്ന് കണ്ടു നോക്കുക. എന്താ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എളുപ്പത്തിന് ഒരു കാര്യം ചെയ്യാൻ കഴിയും. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്താണെന്ന് അകത്ത് വന്നിട്ട് നോക്കിക്കോളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ കിട്ടും. കൂടാതെ തന്നെ ശ്രീസ് കോർണറിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ആ പിക്കിൽ ടച്ച് ചെയ്താൽ ഹോം വീഡിയോ പ്ലേലിസ്റ്റിൽ എത്തും. വീഡിയോസിൽ ലേറ്റസ്റ്റ് അപ്ലോഡഡ് വീഡിയോസ് കിട്ടും. പ്ലേലിസ്റ്റിലാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസും ഒരേ തരത്തിലുള്ളതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ കണ്ടിന്യൂസ് വീഡിയോസ് കിട്ടും. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഉണക്ക പാത്രം എടുത്തിട്ട് ആ ഉണക്ക ആയിരിക്കണം. അതിൽ ആദ്യം നമ്മൾ എന്താണ് ഇടേണ്ടത്? ഉപ്പ്. എത്ര ഉപ്പിടും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് പാകത്തിന് ഉപ്പിടുന്ന ആ പാകത്തിന് 1/2 സ്പൂൺ ഉപ്പിട്ട് അതിൻ്റെ മേലിൽ ഈ ഇതുണ്ടല്ലോ ഗോതമ്പ് മാവ് ഇടുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ചിലർ പറയും ഇതിൽ എണ്ണ ഒഴിക്കണം, എണ്ണ ഒഴിച്ച് കുഴച്ചാൽ മാർദ്ദവം കിട്ടും, നെയ്യ് ഒഴിച്ച് കുഴച്ചാൽ മാർദ്ദവം കിട്ടും. ഒന്നുമില്ല. ഒരു പാത്രത്തിൽ ഉപ്പ് ആദ്യം അങ്ങോട്ട് ഇട്ട് പിന്നെ അങ്ങോട്ട് ഗോതമ്പ് മാവ് ഇട്ടിട്ട് വെള്ളം മേലിൽ കൂടി ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കുഴഞ്ഞ് വരുന്ന ആ പിടിച്ച് വരത്തില്ല, അതിനെ അങ്ങോട്ട് ഒരു ഭാഗത്തോട്ട് മാറ്റി ബാക്കി ഉണക്ക സ്ഥലത്ത് വെള്ളം അങ്ങോട്ട് കുടഞ്ഞ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ അപ്പം തന്നെ നമുക്ക് അതിൽ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പറാട്ട. ഞാനിപ്പോൾ പറാട്ടയ്ക്കാണ് ഇതിൽ കാണിക്കുന്നത് ലാസ്റ്റിൽ ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഞാനത് ഇട്ട് കാണിക്കുന്നത് പിടിച്ചത് ഇതായിപ്പോയി. ഞാൻ അടുത്തതിൽ ഞാൻ പറാട്ട ഉണ്ടാക്കുന്നതും കൂടി കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാനത് എടുക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഈ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നത് നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും സ്ലോയിലായിട്ട് കാണിക്കുന്നത്. ശരിക്കും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. 2 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഇത്രയും മാർദ്ദവമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുഴയ്ക്കാം. പിന്നെ അതിനെ ഫ്രിഡ്ജിലും വയ്ക്കണ്ട, അടച്ചും വയ്ക്കണ്ട, മൂടിയും വയ്ക്കണ്ട. അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് രാവിലെ ഞാൻ ഉണ്ടാക്കിയ പറാഠയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് ഇതിനു മുൻപ് ഞാൻ ഇതുപോലെ കുഴയ്ക്കുന്ന ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതിലെനിക്ക് ഒട്ടും വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി ഇടാമെന്ന് വെച്ചത്. കാരണം അത് ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും കുഴയ്ക്കാനൊക്കെ എളുപ്പമുണ്ടാവും. ഇപ്പോഴും കുഴയ്ക്കുന്നതിനെക്കുറിച്ച് പല വീഡിയോസിലും ഞാൻ കണ്ടു. എണ്ണ ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ എണ്ണയൊന്നും ഉപയോഗിക്കാതെ നോർമലായിട്ട് കുഴച്ച് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഇതിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. അല്ലാതെ ഇനി ഒരു ട്രിക്കും കൂടി ഉണ്ട്. പിന്നെ ഈ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നത് നമുക്ക് ജേണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ടൈമിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഞാനൊന്ന് ഇട്ട് കാണിച്ചേക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറാട്ട ഉണ്ടാക്കുന്നത് ഞാൻ ഇടാം അടുത്തതിൽ. അപ്പോൾ നിങ്ങളിത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ചുമ്മാ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഉണക്ക പാത്രത്തിൽ ജസ്റ്റ് ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ട് പിന്നെ ആ മാവ് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് നോക്കും. പാത്രത്തിലൊരു ശകലം പോലും ഒട്ടില്ല. ഇതിൽ ലാസ്റ്റിൽ കുറച്ച് ഒട്ടിപ്പോയായിരുന്നു. പക്ഷേ ഇത്ര കൂടി ഒട്ടില്ല. പാത്രം നല്ല കഴുകി വെക്കേണ്ട ആ തരത്തിൽ നമുക്ക് കിട്ടും. അങ്ങനായിട്ട് കുഴയ്ക്കാനായിട്ട് പറ്റും. അത്ര നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും നിങ്ങളാണോ ഇത് കുഴച്ചതെന്ന്. അതാണ്. അപ്പം ഞാനിതിൽ കാണിക്കും കയ്യിൽ വെള്ളം ഒഴിച്ച് അതപ്പോൾ കയ്യിൽ പോലും ഒട്ടും ആവത്തില്ല. ഞാനത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പം നമുക്ക് നോക്കാം.
അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് നന്നായിട്ട് സോഫ്റ്റ് ആവും. ദാ ഇപ്പം തന്നെ ഞാൻ കൂടായിരുന്ന് അതിനെ കുഴച്ചതാണ്. ഞാൻ ഇപ്പോൾ തന്നെ ദേ അത് ഉണ്ടാക്കാനായിട്ട് പോകുവാണ്. ഞാൻ ശകലം പോലും അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടില്ല. അത് വളരെ സോഫ്റ്റ് ഉണ്ട്. ഇതാ അപ്പോൾ നമ്മൾ പറാട്ട ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബറോട്ട അല്ല, ഇത് പറാഠ എന്ന് പറയും. PARANTHA പറാഠ. അപ്പോൾ ഇതിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കും, അല്ലാതെ തന്നെ ദൂരയാത്രകൾക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ്. ഇത് റിഫൈൻഡ് ഓയിലാണ്, കോക്കനട്ട് ഓയിലല്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഗോതമ്പ് മുക്കി തിരിച്ചു മറിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ മാവ് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന മാവ് എപ്പോഴും വേസ്റ്റ് ആവത്തില്ല. ഇപ്പം നമ്മൾ പാത്രത്തിലെടുത്ത് കഴിഞ്ഞാലും തിരിച്ചു മറിച്ചിട്ടിട്ട് കുറേ മാവുണ്ടല്ലോ വെളിയിലോട്ട് ചെതറി പോകാനായിട്ട് ഉള്ളൊരു ചെതറി പോവുക മാത്രമല്ല, നമ്മൾ പിന്നെ ആ മാവെടുത്ത് ഒന്നീ കളയും. കാരണം അതിൽ കുറച്ചൊക്കെ വെള്ളം എന്തെങ്കിലുമൊക്കെ വീഴും. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റത്തിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ഞാൻ ആ യെല്ലോ കളർ കാണുന്നില്ലേ, അത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മാവ് തിരിച്ചു മറിച്ച് നമ്മൾ ഉണ്ട ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാവെടുത്തൊരു പാത്രത്തിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത്ര മാവ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വയ്ക്കും. ഈ മുക്കുന്ന ഈ കാര്യത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഒത്തിരി വലിയ എടുത്തരം നമുക്ക് എത്ര വലിയ പറാഠ ഉണ്ടാക്കണോ അത്രയും വലുതായിട്ട് നമ്മൾ അതിൻ്റെ ഉണ്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്, വളരെ ഈസി ആയിട്ട്. തിരിച്ചു മറിച്ച് ഇടണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഇത്ര വലുതാക്കിയിട്ട് വേണമെങ്കിൽ എണ്ണ ഇടാം, കുറച്ചുകൂടെ മുമ്പ് എണ്ണ ഇടാം. അപ്പോൾ ഞാൻ ഏറ്റവും ഈസി ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ട രീതിയിലുമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യ് ഒഴിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ എണ്ണ ഇങ്ങനെ ഒഴിക്കുക. ഇപ്പം നമ്മൾ ഏത് ഭാഗത്താണ് കുറച്ച് പരത്തിയതിന് ശേഷം അവിടെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ വശത്തും നന്നായിട്ട് എണ്ണ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ, ഇത് ഞാൻ ട്രയാങ്കിൾ ടൈപ്പാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിനെ ആ മാവിൽ മുക്കുകയാണ് ഞാൻ. അപ്പുറവും ഇപ്പുറവും മുക്കിയെടുത്ത് വളരെ എളുപ്പത്തിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ തിരിച്ചിട്ടോളൂ, എന്നിട്ട് ഇങ്ങനെ ചെയ്തോളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? നന്നായിട്ട് നോക്കിക്കോളൂ, നന്നായിട്ട് മനസ്സിലാവും. ഞാനൊരു ട്രയാങ്കിളും ഒരു സ്ക്വയറുമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ടൈമിൽ. നിങ്ങൾ കമൻസൊക്കെ ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഞാൻ മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ പിന്നീട് ആ കമൻറ്റ് റിമൂവും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നോ പ്രോബ്ലം, നിങ്ങൾ കമൻസ് ഇട്ടോളൂ, ഞാൻ ആൻസർ തരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇട്ടോളൂ, കമൻസ് ഇട്ടോളൂ, നോ പ്രോബ്ലം.